ഇത് നമ്മുടെ നാട്ടിലുള്ള ഫ്ലെക്സാണ്. അപ്പം അത് കണ്ടപ്പോൾ ഒന്നിങ്ങനെ നോക്കി നിന്നതാട്ടോ ഞാൻ. ഇവിടെ 2-3 ടീമുകളെ കാണാനുണ്ട്. ഏതായാലും 3 ടീമും തോറ്റിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മെസ്സിയും ലാസ്റ്റ് തോറ്റിരിക്കുകയാണ് ഫൈനലിൽ എത്തിയിട്ട്. അപ്പം ഞങ്ങൾ തറവാട്ടിലേക്ക് പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് റോട്ടിൽ നിർത്തിയപ്പോഴാണ് വീഡിയോ എടുത്തത് ഫ്ലെക്സിൻ്റെ. ഇത് ഇളയച്ചൻ വാങ്ങിയ കോഴിക്കുട്ടികളാണ്. കളർ കോഴിക്കുഞ്ഞുങ്ങളുണ്ടല്ലോ, അതാണ്. ഇതിൻ്റെ വലുതായാലും കളറൊക്കെ പോകും കേട്ടോ. കുറേ മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വലുതായപ്പോൾ വെള്ള കുട്ടികളായി. പിന്നെ അവിടെ നിന്ന് വന്നിട്ട് മക്കൾ പഠിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ പഠിക്കാനിരുന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീൻ്റെ ബുക്കാണ് ഈ കോലത്തിൽ കീറിക്കണത്. എന്നിട്ട് ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. പുസ്തകം വെക്കുമ്പോഴും മടിക്കുമ്പോഴും ഒന്നും ശ്രദ്ധയില്ലായിട്ടാണ് ഇതിങ്ങനെ ആയത്. ഇത് നമ്മുടെ വീട്ടിലുള്ള തൈകളും ഒക്കെ പുഴുക്കേട് വന്നിട്ട് അതിന് മരുന്നടിക്കുകയാണ് കേട്ടോ. ഇലയൊക്കെ പുഴുത് നിൽക്കുക, നാരങ്ങൻ്റെ ഇല, കറിവേപ്പില, അങ്ങനെ എല്ലാതും. അപ്പം അതിന് സ്പ്രേ ബോട്ടിൽ ഉണ്ടായിരുന്നു ഇടയിലേക്ക്. നമ്മൾ പുകയിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പുഴുക്കേടൊക്കെ പോകും എന്നാണ് പറയണത്. നമുക്ക് നോക്കി നോക്കാം. ഇന്ന് താത്താൻ്റെ വീട്ടിൽ മുടി കളയലാട്ടോ. അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. അതിന് മത്തിയൊക്കെ പൊരിച്ച് വെക്കണം ആദ്യം. ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. എന്നിട്ടാണ് കേട്ടോ പോണത്. ഞാനും ചെറിയവനും മാത്രമേ പോകണുള്ളൂ. അപ്പം അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഇവിടെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ പെട്ടെന്ന് പണികളൊക്കെ തീർക്കുകയാണ്. എല്ലാവരും വീട് പൂട്ടി പോവുകയാണെങ്കിൽ നല്ല സുഖിയുന്നു. അപ്പം പിന്നെ ഭക്ഷണം ഉണ്ടാക്കണ്ടല്ലോ. അപ്പം ഞാൻ മീൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പയറുപ്പേരി ഉണ്ടാക്കുകയാണ്. അത് കുക്കറിൽ ഉണ്ടാക്കുകയാണ്. അങ്ങനെ വേഗം വേഗം ഓരോ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഇന്നിപ്പോൾ എല്ലാതും ഉടുപ്പത്ത് വെക്കാൻ കാത്തുന്നാല് സമയം ഉണ്ടാവില്ല കേട്ടോ. ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ പോകണം. അപ്പത്തിന് എല്ലാ പണികളും ഒരുങ്ങണ്ടേ. അതുകൊണ്ട് ഈസി കുക്കിൽ വെച്ചു പയറുപ്പേരി. പിന്നെ ചോറ് വെന്തു അപ്പത്തിന് കേട്ടോ. അപ്പം ഈ ചോറ് ഉച്ചെടുക്കുകയാണ്. നിങ്ങളെല്ലാവരും ഫുട്ബോൾ കണ്ടോ? ഞാൻ ഫൈനലാവുന്നത് കണ്ടു കേട്ടോ. അല്ലാത്തൊന്നും ഞാനങ്ങനെ കാണാറില്ല. രാത്രി ഉറക്കം വെച്ചിട്ട് കാണുന്ന പരിപാടി ആവുകൊണ്ട് ഞാനങ്ങനെ കാണാറില്ല കേട്ടോ. പക്ഷേ സ്കൂളില്ലാത്തത് കൊണ്ടും ഫൈനലായതുകൊണ്ടും ഞാൻ കാണാനിരുന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ നേരത്തെ എനിക്കൊന്നും വേണ്ടല്ലോ. അങ്ങനെ നമ്മളുടെ പയറുപ്പേരിയും മീൻ പൊരിച്ചതും പിന്നെ മത്തനര കറിയും അതും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുടി കളരിന് പോയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ മുടി കളരിക്കുന്ന വീട്. പിന്നെ താത്താൻ്റെ വീടാട്ടോ. ഇതൊക്കെ കുട്ടീൻ്റെ അമ്മ വരച്ചതാട്ടോ. ഓൾ നല്ല വരക്കും. ചുമരുമയൊക്കെ നല്ലോണം വരച്ചിട്ടുണ്ട്. പിന്നെ കുട്ടീനെ വീഡിയോയിൽ കാണിക്കണ്ട പറഞ്ഞു കേട്ടോ. അതാണ് ഞാൻ കാണിക്കാതിരുന്നത്. 20 ദിവസമായിട്ടുള്ളൂ കുട്ടിക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ എങ്ങനെ വരച്ചതാണ്, എന്ത് പെയിൻ്റ് ഉപയോഗിച്ചെന്നൊക്കെ പറഞ്ഞു തരുന്നു കേട്ടോ. അങ്ങനെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണിയും ബീഫ് സുർബിയാനിയും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. എല്ലാവരും പിരിഞ്ഞു പോയി. കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ലാസ്റ്റ് കുട്ടീനെ ഒന്നുകൂടി കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ബായ്.